തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥിരം നിക്ഷേപം കൂടുതൽ പലിശ നൽകുന്ന ബാങ്കിലേക്ക് മാറ്റണമെന്ന മുൻ പ്രസിഡന്റിന്റെ ഉത്തരവ് നടപ്പിലാക്കാതെ ബോർഡ്. നിലവിൽ ധനലക്ഷ്മി ബാങ്കിലാണ് 1600 കോടിയുടെ സ്ഥിര നിക്ഷേപം ബോർഡിനുള്ളത്. തുച്ഛമായ പലിശയാണ് ബാങ്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കിയതോടെയാണ് ബോർഡ് മുൻ പ്രസിഡന്റ് അനന്തഗോപൻ കൂടുതൽ പലിശ നൽകുന്ന ബാങ്കിൽ സ്ഥിര നിക്ഷേപം മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കാട്ടി ഉത്തരവിറക്കിയത്. തുച്ഛമായ പലിശയിലൂടെ ബോർഡിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ധനലക്ഷ്മി ബാങ്കിലാണ് ബോർഡിന്റെ സ്ഥിര നിക്ഷേപം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന് ബാങ്ക് നൽകുന്നതാകട്ടെ വെറും 2% പലിശ. ദേശസാൽകൃത ബാങ്കുകൾ 7% വരെ പലിശ നൽകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ മുൻ ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ നിക്ഷേപം ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റണമെന്ന് ഉത്തരവിറക്കിയിരുന്നു. ദേശസാൽകൃത ബാങ്കുകൾ 7% പലിശ നൽകുമ്പോൾ തുച്ഛമായ പലിശയാണ് ധനലക്ഷ്മി ബാങ്ക് നൽകിയിരുന്നത്. ഇത് മനസ്സിലാക്കിയാണ് അനന്തഗോപൻ പലിശ കൂട്ടണമെന്ന് നിർദ്ദേശം നൽകി. അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. പലിശ കൂട്ടിയില്ലെങ്കിൽ നിക്ഷേപം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി ധനലക്ഷ്മി ബാങ്ക് 7% പലിശയാക്കി ഉയർത്തി. എന്നാൽ അതിനു മുമ്പ് വരെ ബോർഡിന് കോടികളുടെ നഷ്ടമാണ് പലിശ ഇനത്തിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കിയ അനന്തഗോപൻ അടിയന്തരമായി നിക്ഷേപം ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റാൻ ഉത്തരവിറക്കുകയായിരുന്നു. അതിനിടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അനന്തഗോപൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. തുടർന്ന് വന്ന പുതിയ ബോർഡ് അധികൃതരാകട്ടെ ഇത്തരമൊരു ഉത്തരവ് കണ്ട ഭാവം പോലും നടിച്ചില്ല. മറ്റു ബാങ്കുകളെ വിളിച്ചു വരുത്തി കൂടുതൽ പലിശ നൽകുന്ന ദേശസാൽകൃത ബാങ്കിലേക്ക് നിക്ഷേപം മാറ്റാനായിരുന്നു അനന്തഗോപൻ്റെ ഉത്തരവ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലാവധിക്ക് ശേഷം ആ ഉത്തരവിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ബോർഡിൻ്റെ ക്രയവിക്രയങ്ങളെല്ലാം ധനലക്ഷ്മി ബാങ്കിലൂടെയാണ് നടക്കുന്നത്. ഇത് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നന്നായി അറിയാം. ഈ ഉദ്യോഗസ്ഥരും ബാങ്ക് അധികൃതരും തമ്മിലുള്ള കള്ളക്കളിയാണ് സ്ഥിര നിക്ഷേപം മാറ്റണമെന്ന ഉത്തരവ് നടപ്പാക്കാതെ പോകുന്നതെന്ന് ജീവനക്കാരുടെ സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫെഡറേഷൻ ആരോപിച്ചു. ധനലക്ഷ്മി ബാങ്കിനെ കൊണ്ട് ജീവനക്കാർക്ക് പോലും ഉപയോഗമില്ലാത്ത സ്ഥിതിയാണെന്ന് ഫെഡറേഷൻ സംസ്ഥാന സമിതി പറയുന്നു. നേരത്തെ 2 പേരുടെ ജാമ്യത്തിൽ ഒരാൾക്ക് 1.5 ലക്ഷം രൂപ മാത്രമാണ് ധനലക്ഷ്മി ബാങ്ക് വായ്പ നൽകിയിരുന്നത്. ഈ വായ്പാ പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KR രഞ്ജിത്ത് ബോർഡിനും ധനലക്ഷ്മി ബാങ്കിനും അപേക്ഷ നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരാളുടെ വായ്പാ തുക 1.5 ലക്ഷം രൂപയിൽ നിന്നും 7 ലക്ഷം രൂപയായി ഉയർത്തി. മാത്രമല്ല ജാമ്യക്കാർ വേണമെന്ന നിബന്ധനയും എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ മറ്റു ബാങ്കുകളേക്കാൾ കഴുത്തറുപ്പൻ പലിശയാണ് ഈ വായ്പയ്ക്ക് ധനലക്ഷ്മി ബാങ്ക് ഈടാക്കുന്നത്. ബ്ലേഡ് മാഫിയേക്കാളും കൂടുതൽ പലിശയാണ് ഇവർ ഈടാക്കുന്നതെന്ന് ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ ആരോപിച്ചു. ജീവനക്കാർക്ക് യാതൊരു ഉപയോഗവുമില്ലാത്ത ബാങ്കിലെ തങ്ങളുടെ നിക്ഷേപത്തുക ഉടൻ പിൻവലിക്കുമെന്ന് ഫെഡറേഷൻ അംഗങ്ങൾ കലാകൗമുദിയോട് പറഞ്ഞു. നേരത്തെ ശബരിമലയിൽ കാണിക്കയായി ലഭിച്ചിരുന്ന നോട്ട് എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നത് ധനലക്ഷ്മി ബാങ്കാണ്. ഒരു കെട്ടിൽ 100 നോട്ടുകൾ എന്ന തരത്തിലായിരുന്നു എണ്ണി കെട്ടുകളാക്കി മാറ്റേണ്ടത്. എന്നാൽ ഒരു കെട്ടിൽ 40 നോട്ടുകൾ അധികമായി കെട്ടിവെച്ചത് ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് കാണിക്കയായി ലഭിക്കുന്ന നാണയങ്ങൾ എണ്ണിയിരുന്നത്. നോട്ടുകൾ എണ്ണുന്നതിന് മാത്രമാണ് ധനലക്ഷ്മിയുടെ സഹായം തേടിയത്. ഈ സമയത്താണ് വൻ വെട്ടിപ്പ് പുറത്തു വന്നത്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ബാങ്ക് അധികൃതർ നോട്ടുകെട്ടുകളിൽ കൃത്രിമം കാട്ടിയതെന്ന് വിജിലൻസ് റിപ്പോർട്ടും നൽകിയിരുന്നു. തുടർന്ന് ഇവർ എണ്ണി തിട്ടപ്പെടുത്തിയ നോട്ടുകെട്ടുകൾ സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ നോട്ടുകൾ ഇപ്പോഴും സീൽ ചെയ്ത നിലയിലാണ്. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെയാണ് ബോണ്ടുകൾക്ക് കുറഞ്ഞ പലിശ നൽകി കോടികളുടെ നഷ്ടമുണ്ടായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബാങ്കിൽ നിന്നും അവ മാറ്റാൻ തയ്യാറാകാത്തത്. ശബരിമലയിലെ കാണിക്ക എണ്ണുന്നത് സംബന്ധിച്ച് ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KR രഞ്ജിത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് അടിയന്തരമായി ഈ വിഷയം പരിശോധിച്ച് നോട്ട് എണ്ണുന്നതിന് മെഷീൻ വാങ്ങണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതരും ചീഫ് എഞ്ചിനീയറും ചേർന്ന് തിരുപ്പതി മോഡൽ കാണിക്ക എണ്ണൽ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ സംവിധാനം ശബരിമലയിൽ നടപ്പാക്കുമെന്ന് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ മാസം 14 മുതലാണ് ഈ സംവിധാനം നടപ്പാക്കുക എന്നാണ് ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത്.